നമസ്കാരം. ആദ്യ ടി20യിൽ നേടിയ 7 വിക്കറ്റിന്റെ ആധികാരിക വിജയത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ടീം ഇന്ത്യ രണ്ടാം അംഗത്തിന് ഇറങ്ങുകയാണ്. 5 മത്സരങ്ങളുടെ പരമ്പരയിലെ രണ്ടാമത്തെ മത്സരം 7 മണി മുതലാണ് ചെന്നൈ ചെപ്പോക്ക് സ്റ്റേഡിയത്തിൽ നടക്കുന്നത്. ആദ്യ മത്സരത്തിലെ 11-ൽ ഒരു മാറ്റവുമായിട്ടാണ് ഇന്ത്യ ഇറങ്ങാൻ പോകുന്നത് എന്നാണ് അറിയുന്നത്. പരിക്ക് കാരണം യുവ ഓപ്പണർ അഭിഷേക് ശർമ്മ കളിച്ചേക്കില്ല എന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. ഇതോടെ പുതിയ ഓപ്പണിംഗ് ജോഡിയെ ഈ മത്സരത്തിൽ ഒരുപക്ഷെ കാണാനായിരിക്കും ഇന്ത്യയുടെ ഭാഗത്തു നിന്ന്. സഞ്ജു സാംസന്റെ ഓപ്പണിംഗ് പങ്കാളിയായി വരാൻ പോകുന്നത് ഇടം കൈയ്യൻ ബാറ്ററും ഓൾറൗണ്ടറുമായ തിലക് വർമ്മയായിരിക്കും. ഇന്ത്യൻ സ്ക്വാഡിൽ ബാക്കപ്പ് ഓപ്പണർമാരായി ആരും ഇല്ലാത്തതിനാൽ തന്നെ തിലകിനെ പ്രൊമോട്ട് ചെയ്യുകയല്ലാതെ ഇന്ത്യക്ക് മുന്നിൽ മറ്റ് വഴികളൊന്നും തന്നെ ഇല്ല എന്ന് പറയേണ്ടി വരും. ടീമിനായി 3-ാം നമ്പർ മുതൽ 5 വരെ തിലക് ഇതിനോടകം ടി20യിൽ കളിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഓപ്പണറായി ബാറ്റ് ചെയ്യുക എന്നത് അത്ര ബുദ്ധിമുട്ടേറിയ കാര്യമായിരിക്കില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. സൗത്ത് ആഫ്രിക്കയുമായുള്ള അവസാന ടി20 പരമ്പരയിൽ 3-ാം നമ്പറിൽ ഇറങ്ങി തുടർച്ചയായി 2 സെഞ്ചുറികൾ അടിച്ച താരം കൂടിയാണ് തിലക് വർമ്മ. അതുകൊണ്ട് തന്നെ ഓപ്പണിംഗും അദ്ദേഹത്തിന് വഴങ്ങും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അഭിഷേകിന് പകരക്കാരനായി ഇന്ത്യയുടെ പ്ലേയിങ് 11-ലേക്ക് വന്നേക്കുക യുവ വിക്കറ്റ് കീപ്പർ ബാറ്ററായ ധ്രുവ് ജുറേലായിരിക്കും. പക്ഷേ വിക്കറ്റ് കീപ്പറായി സഞ്ജു ഉള്ളതിനാൽ തന്നെ സ്പെഷ്യലിസ്റ്റ് ബാറ്ററായിട്ടായിരിക്കും അദ്ദേഹം കളിക്കാൻ പോകുന്നത്. എന്നാൽ ചെന്നൈയിലെ പിച്ച് സ്പിന്നർമാരെ തുണയ്ക്കുന്നതും വളരെ സ്ലോയുമായതിനാൽ തന്നെ സ്പിൻ ബൗളിംഗ് ഓൾറൗണ്ടർ വാഷിംഗ്ടൺ സുന്ദറിനെ 11-ലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതകളെയും തള്ളിക്കളയാൻ പറ്റില്ല. മാത്രമല്ല, ചെന്നൈയിലെ പിച്ചുകളിൽ ഒരുപാട് മത്സരങ്ങളിൽ നേരത്തെ കളിച്ചതിന്റെ അനുഭവ സമ്പത്തും തമിഴ്നാട്ടുകാരനായ വാഷിംഗ്ടൺ സുന്ദറിന് പ്ലസ് പോയിന്റായി മാറാൻ സാധ്യതയുണ്ട്. എന്തായാലും ഇന്ത്യയുടെ സാധ്യതാ വില്ലവെന്ന് നോക്കുകയാണെങ്കിൽ സഞ്ജു സാംസൺ, തിലക് വർമ്മ എന്നീ കൂട്ടുകെട്ടുകളാണ് ഓപ്പൺ ചെയ്യുക. വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസൺ തന്നെയായിരിക്കും. ക്യാപ്റ്റനായ സൂര്യകുമാർ യാദവ് ഉണ്ടാകും. ഹർദിക് പാണ്ഡ്യ, ധ്രുവ് ജുറേൽ, റിങ്കു സിംഗ്, നിതീഷ് റെഡ്ഡി, അക്ഷർ പട്ടേൽ, അർഷ്ദീപ് സിംഗ്, മുഹമ്മദ് ഷമി, വരുൺ ചക്രവർത്തി എന്നിവർ ടീമിലുണ്ടാകും. ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, മുഹമ്മദ് ഷമി ഒരു പക്ഷേ ബൗളറായി എത്തിയേക്കുമെന്നൊരു കാര്യം കൂടിയാണ്. ഇനി ഇംഗ്ലണ്ടിന്റെ 11 നോക്കുകയാണെങ്കിൽ ബെൻ ഡക്കറ്റ, ഫിൽ സോൾട്ട്, വിക്കറ്റ് കീപ്പർ ഫിൽ സോൾട്ട് ആണ്. ക്യാപ്റ്റൻ ജോസ് ബട്ട്ലർ, ഹാരി ബ്രൂക്ക്, ലിയാം ലിവിങ്സ്റ്റൺ, ജേക്കബ് ബെഥൽ, ജാമി ഓവേർട്ടൺ, ബ്രൈഡൻ കാൾസ, ജോഫ്രെ ആർച്ചർ, ആദിൽ റഷീദ്, മാർക്ക് വുഡ് എന്നിവരായിരിക്കും ഇംഗ്ലണ്ട് 11-ൽ ഉണ്ടാവുക. എന്തായാലും ഇംഗ്ലണ്ടിൽ നിറയും അത്ര ചെറുതല്ല. ആദ്യ മത്സരം തോറ്റു എന്ന് കരുതി നമുക്ക് എഴുതി തള്ളാൻ കഴിയില്ല. എന്തായാലും ഈ ഒരു ശക്തമായ പോരാട്ടത്തിൽ ആര് ജയിക്കുമെന്ന് കാത്തിരുന്നതിനെ കാണാം.